الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, ഏതൊരു മുസ്ലിമിന്റെയും മനസ്സിൽ അങ്ങേയറ്റം ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി മാത്രം ഓർക്കാൻ കഴിയുന്ന വ്യക്തിത്വമാണ് നമ്മുടെ റസൂൽ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ കുറിച്ചുള്ള ഓർമ്മകൾ, അവിടുത്തെ സ്നേഹിക്കുക എന്നത് ഇസ്ലാമികമായി നമ്മുടെ മേൽ ബാധ്യതയാക്കപ്പെട്ട ആദ്യത്തെ ബാധ്യതകളിൽ ഒന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല അവന്റെ മനസ്സിൽ അവനെക്കാളും അവന്റെ മാതാപിതാക്കളെക്കാളും മറ്റെല്ലാ മനുഷ്യരെക്കാളും എന്നെ അവൻ സ്നേഹിക്കുന്നത് വരെ ഒരാളും വിശ്വാസിയായി തീരുകയില്ല, മുഅ്മിനായി തീരുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് സ്വഹാബികൾക്കുണ്ടായിരുന്ന സ്നേഹം അങ്ങേയറ്റം കഠിനമായിരുന്നു. അവർ അങ്ങേയറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ടിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം പലപ്പോഴായി അവർ റസൂലുള്ളാഹിയുടെ പേര് കേൾക്കുമ്പോൾ അവർ വിതുമ്പി കരഞ്ഞു. അവരിൽ പലർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഉച്ചരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവരുടെ മനസ്സിൽ വികാരങ്ങളുടെ തള്ളിച്ചകൾ ഉണ്ടാകും. അവരുടെ ഹൃദയം വേദന കൊണ്ട് പിടയുമായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുമ്പോൾ. അവർക്ക് മുന്നിൽ വന്നിരിക്കുന്ന താബിഈങ്ങളായ അവരിൽ നിന്ന് ദീൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അവരാകട്ടെ തങ്ങളുടെ റസൂലിനെ കുറിച്ചറിയാൻ, അവരുടെ റസൂൽ എങ്ങനെയായിരുന്നു എന്നറിയാൻ, അവരുടെ റസൂലിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്നറിയാൻ, ജീവിതം എങ്ങനെയായിരുന്നു എന്നറിയാൻ അങ്ങേയറ്റം കൊതിച്ചവരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർ ധാരാളമായി ചോദിച്ചു. സഹാബികളാകട്ടെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരിഞ്ചു പോലും വിടാതെ വർണ്ണിച്ചു നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ ശരീരത്തെക്കുറിച്ച്, അവിടുത്തെ ഭംഗിയെക്കുറിച്ച്, അവിടുത്തെ നടത്തത്തെക്കുറിച്ച്, അവിടുത്തെ ചിരിയെക്കുറിച്ച്, അവിടുത്തെ ഇരുത്തത്തെക്കുറിച്ച്, കിടക്കുന്നതിനെ കുറിച്ച്
അവിടുത്തെ ജീവിതത്തിന്റെ ഓരോ ഇഞ്ചുകളെക്കുറിച്ചും സഹാബികൾ കൃത്യമായി അവർക്ക് മുന്നിൽ ഇരിക്കുന്നവർക്ക് പറഞ്ഞുകൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാണാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? അവിടുത്തെ ഒരു നോക്ക് കാണാൻ, ആ റസൂലിന്റെ കൈകളിൽ ഒന്ന് പിടിക്കാൻ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തിരിക്കാൻ, അവിടുത്തെ ശബ്ദം കേൾക്കാൻ, അവിടുത്തെ മുഖത്തേക്ക് മതി വരുവോളം നോക്കിയിരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഏത് മുസ്ലിമാണുള്ളത്? ആർക്കാണ് അതിന് സാധിക്കുക? ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയുടെ ഏറ്റവും മനോഹരമായ ഭംഗിയുടെ ശരീരത്തിന്റെ കൃത്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിരുന്നു. സഹാബികളിൽ ചിലർ പറഞ്ഞിരുന്നില്ലേ? അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ റഅയ്തു ശൈഅൻ ഖത്തു അഹ്സന മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ മനോഹരമായ, റസൂലിനേക്കാൾ ഭംഗിയുള്ള ഒരു വസ്തുവും ഞാൻ കണ്ടിട്ടില്ല, ഒരു വ്യക്തിയെയും ഞാൻ കണ്ടിട്ടില്ല എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഭംഗിയുള്ള ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല. ദുനിയാവിൽ എവിടെയും റസൂലിനോളം ഭംഗിയുള്ള ഒന്നിനെയും ഞാൻ കണ്ടിട്ടില്ല. സഹാബികളിൽപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ലം അറ ഖബ്ലഹു വലാ ബഅദഹു മിസ്ലഹ്. അല്ലാഹുവിന്റെ റസൂലിനെ പോലെ ഒരാളെ അവിടുത്തേക്ക് മുൻപും ഞാൻ കണ്ടിട്ടില്ല, അവിടുത്തേക്ക് ശേഷവും ഞാൻ കണ്ടിട്ടില്ല. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് നേതൃത്വം നൽകിയ ഖുലഫാഉർ റാഷിദുകളുടെ നേതാക്കന്മാരിൽപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണത്. അദ്ദേഹം മദീന കണ്ടിട്ടുണ്ട്, മക്ക കണ്ടിട്ടുണ്ട്, അറബികളെ കണ്ടിട്ടുണ്ട്, പേർഷ്യക്കാരെ കണ്ടിട്ടുണ്ട്, റോമക്കാരെ കണ്ടിട്ടുണ്ട്, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഒരാളെ അവിടുത്തേക്ക് മുൻപ് ഞാൻ കണ്ടിട്ടില്ല, അവിടുത്തേക്ക് ശേഷവും ഞാൻ കണ്ടിട്ടില്ല. അത്ര ഭംഗിയുണ്ടായിരുന്നു റസൂലുള്ളാഹിക്ക്, അത്ര സ്വഭാവ വൈശിഷ്ട്യമുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, അത്രമാത്രം എടുത്തു കാണിക്കപ്പെടാവുന്ന പ്രത്യേകതകൾ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, മാ റഅയ്തു ശൈഅൻ അഹ്സന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയേക്കാൾ ഭംഗിയുള്ള ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കഅന്ന ശംസ തജ്രി ഫീ വജ്ഹിഹി. അവിടുത്തെ മുഖത്തേക്ക് നോക്കിയാൽ, ആ മുഖത്തിന്റെ പ്രകാശം കണ്ടു കഴിഞ്ഞാൽ സൂര്യൻ ആ മുഖത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് നാം സംശയിച്ചു പോകും. അത്ര ഭംഗിയുണ്ടായിരുന്നു റസൂലുള്ളാഹിയുടെ മുഖത്തിന്, അത്ര പ്രകാശമുണ്ടായിരുന്നു, അത്ര പ്രശോഭിതമായിരുന്നു, അത്ര തിളങ്ങി നിൽക്കുന്നതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം. അവിടുത്തെ മുഖമൊന്ന് കാണാൻ കഴിഞ്ഞവർ എത്ര ഭാഗ്യവാന്മാരാണ്! അവിടുത്തെ ശബ്ദമൊന്ന് കേൾക്കാൻ കഴിഞ്ഞവർ എത്ര ഭാഗ്യവാന്മാരാണ്! ലോകം മുഴുവൻ അതിനു പകരമായി നൽകിയാലും, ജീവിതം മുഴുവൻ അതിനു പകരമായി നൽകിയാലും, 1000 മരണങ്ങൾ അതിനുവേണ്ടി വരിക്കേണ്ടി വന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ഒരു നിമിഷ നേരത്തേക്ക് കാണാൻ കഴിയുക എന്നത് അതിനേക്കാളെല്ലാം വിലപ്പെട്ടതാണ്. വിലമതിക്കാനാകാത്ത സൗഭാഗ്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ സാധിക്കുക എന്നത്. ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ലൈലത്തിൻ ഇദ്ഹിയാൻ. പൂർണ്ണചന്ദ്രൻ തിളങ്ങി നിൽക്കുന്ന ഒരു ദിവസം ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടു. ഫജഅൽതു അൻദുറു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഇലൽ ഖമർ വഅലൈഹി ഹുല്ലത്തുൻ ഹംറാ. അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഞാൻ നോക്കി, ചന്ദ്രനിലേക്ക്, പൂർണ്ണചന്ദ്രൻ തിളങ്ങി നിൽക്കുന്ന പൂർണ്ണചന്ദ്രനിലേക്ക് ഞാൻ നോക്കി. റസൂലുള്ള ഒരു ചുവന്ന വസ്ത്രമെടുത്താണ് ഇറങ്ങി നിൽക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്കും ചന്ദ്രനിലേക്കും ഞാൻ മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹം പറയുന്നു, ഫഇന്നമാ ഹുവ ഇൻദി അഹ്സനു മിനൽ ഖമർ. ആ ചന്ദ്രനേക്കാൾ, പൂർണ്ണചന്ദ്രനേക്കാൾ റസൂലിലാണ് എനിക്ക് ഭംഗി കാണാൻ സാധിച്ചത്. അവിടുത്തെ മുഖത്തിലാണ് എനിക്ക് തിളക്കം കാണാൻ കഴിഞ്ഞത്. അവിടുത്തെ ആ നിൽപ്പിലാണ് എനിക്ക് എല്ലാ ഭംഗിയുടെയും എല്ലാ മനോഹാരിതയുടെയും പൂർണ്ണത കാണാൻ സാധിച്ചത്. സുബ്ഹാനല്ലാഹ്. സഹാബികൾ കളവ് പറയുന്നവരായിരുന്നില്ല. അവരല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് വ്യക്തമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹിയെ കാണുമ്പോൾ എങ്ങനെയായിരുന്നു? സഹാബികളിൽ ചിലർ പറഞ്ഞു, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ റആഹു ബദീഹതൻ ഹാബഹ്. ആരെങ്കിലും റസൂലുള്ളാഹിയെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഹാബഹു, നബിയുടെ ആ ഗാംഭീര്യം കണ്ടു കഴിഞ്ഞാൽ, റസൂലുള്ളാഹിയുടെ ആ പ്രൗഢി കണ്ടു കഴിഞ്ഞാൽ, നബിയുടെ നിൽപ്പ് കണ്ടു കഴിഞ്ഞാൽ അവിടുത്തോടൊരു പേടി മനസ്സിലുണ്ടാകും, അവിടുത്തോടൊരു ഗാംഭീര്യം ഉണ്ടാകും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോട്ടത്തിലുള്ള ഗാംഭീര്യം, അവിടുത്തെ ഒതുക്കം, അവിടുത്തെ ചലനങ്ങളിലുള്ള കൃത്യത അത് കണ്ടു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗാംഭീര്യത്തോടുകൂടിയല്ലാതെ ആദ്യമായി കാണുന്നവർക്ക് കാണാൻ കഴിയില്ല. എന്നാൽ സഹാബികൾ പറയുന്നു, വമൻ ഖാലതഹു മഅരിഫതൻ അഹബ്ബഹ്. എന്നാൽ ആ റസൂലിനോട് ഇടപഴകിയാൽ, അവിടുത്തോടൊപ്പം ജീവിച്ചാൽ, അവിടുത്തോടൊപ്പം നടന്നാൽ, അവിടുത്തോടൊപ്പം ഇരുന്നാൽ, സുബ്ഹാനല്ലാഹ്, അവിടുത്തെ സ്നേഹിക്കുകയല്ലാതെ മറ്റൊരു വഴി ഉണ്ടാവുകയില്ല. അവിടുന്ന് അത്ര എളുപ്പമുള്ളവരായിരുന്നു, അത്ര സൗമ്യതയുള്ളവരായിരുന്നു, അത്ര അടുപ്പിക്കുന്നവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് സഹാബികൾ പറഞ്ഞു, കാന റബ്അതൻ മർബൂഅ. അല്ലാഹുവിന്റെ റസൂൽ ഒത്ത ശരീര പ്രകൃതിയുള്ളവരായിരുന്നു. അവിടുന്ന് ഒത്ത ശരീര പ്രകൃതിയുള്ളവരായിരുന്നു. ലൈസ ബിത്തവീലിൽ ബാഇൻ, വല്ലാതെ നീളമുണ്ടായിരുന്നില്ല. വലാ ബിൽ ഖസീർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീളം കുറഞ്ഞവരുമായിരുന്നില്ല. കുറച്ചൊക്കെ നീളമുള്ളയാളായിരുന്നു, എന്നാൽ വല്ലാതെ നീളമില്ല. അവിടുന്ന് കുറേ ആളായിരുന്നില്ല, നീളമില്ലാത്തവരായിരുന്നില്ല. വലം യകുൻ ബിൽ മുതഹം, അവിടുന്ന് തടിച്ചവരായിരുന്നില്ല, തടിച്ച ശരീര പ്രകൃതിയായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. വകാന ബാദിനൻ മുതമാസിക, അവിടത്തേക്ക് ഒത്ത ശരീര പ്രകൃതി ഉണ്ടായിരുന്നു. വല്ലാതെ തടിയില്ല, എന്നാൽ വല്ലാതെ മെലിഞ്ഞ് ദുർബലമായ ശരീര പ്രകൃതിയുള്ളവരുമായിരുന്നില്ല. ഏറ്റവും കൃത്യമായ ശരീര പ്രകൃതിയായിരുന്നു റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നത്. അവിടുത്തെ നിറം എന്തായിരുന്നു? സഹാബികൾ പറഞ്ഞു, വലാ ബിൽ അബ്യദിൽ അംഹഖ്, കടുത്ത വെളുത്ത നിറമായിരുന്നില്ല, കണ്ണു തുളപ്പിക്കുന്ന വെളുത്ത നിറമായിരുന്നില്ല റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നത്. വലൈസ ബിൽ ആദം, അവിടുത്തേക്ക് കറുത്ത നിറവുമായിരുന്നില്ല. മറിച്ച് വലൗനുഹു ബയാദുൻ മുശ്റബുൻ ബിഹുംറ, റസൂലുള്ളാഹിയുടെ വെളുപ്പ് അവിടെ ഇവിടെയായി ചെറിയ ചുവപ്പ് കലർന്ന വെളുപ്പായിരുന്നു. എന്തൊരു ഭംഗിയായിരുന്നു ആ മുഖത്തിന്, എന്തൊരു ഭംഗിയായിരുന്നു ആ ശരീരത്തിന്, എന്തൊരു ഗാംഭീര്യമായിരുന്നു ആ നിൽപ്പിന്. വകാന ളഹ്മർ റഅസ്, അവിടുത്തെ ശിരസ് ആരുടെ മുന്നിലും എടുത്തു കാണിക്കാവുന്നത്ര, ആരുടെ മുന്നിലും പ്രത്യേകം തിരിച്ചറിയപ്പെടാവുന്നത്ര ഗാംഭീര്യമുള്ള മുഖമായിരുന്നു, ഗാംഭീര്യമുള്ള ശിരസ്സായിരുന്നു. അവിടുത്തെ മുടി, സഹാബികൾ പറയുന്നു, വലൈസ ബിൽ ജഅദിൽ ഖതത്, അവിടുത്തെ മുടി അതിങ്ങനെ ചുരുണ്ടു പുരണ്ട് കിടക്കുന്ന മുടിയായിരുന്നില്ല റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നത്. വലാ ബിസ്സബ്ത്, എന്നാൽ തീർത്തും പിടിച്ചാൽ കിട്ടാത്തതുപോലെ ഒടുങ്ങിക്കിടക്കുന്ന മുടിയുമായിരുന്നില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കുറച്ചൊക്കെ ചുരുണ്ടും കുറച്ചൊക്കെ നീളത്തിലുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി. അവിടുന്ന് അദീമൽ വഫ്റതി വൽ ലിമ്മതി വൽ ജുമ്മതി ഇലാ ശഹ്മതി ഉദനൈ, റസൂലിന്റെ ചെവിക്കുറ്റിയുടെ ഭാഗത്തായി മുടി ഇങ്ങനെ തിങ്ങി നിൽക്കുമായിരുന്നു. അവിടുന്ന് പലപ്പോഴായി മുടി വളർത്താറുണ്ടായിരുന്നു. ചില സന്ദർഭങ്ങളിൽ വലഹു ശഅറുൻ യദ്രിബു മൻകിബൈ, ചില സമയങ്ങളിൽ റസൂലുള്ളാഹി കുറച്ചധികം മുടി വെട്ടാതെ വിട്ടുകഴിഞ്ഞാൽ അവിടുത്തെ മുടി ചിലപ്പോൾ അവിടുത്തെ തോളിലേക്ക് എത്തി നിൽക്കുമായിരുന്നു. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, അക്കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം അവർ മുടി വളർത്തിയിരുന്ന രൂപമാണിത്. ആരും ധരിക്കേണ്ടതില്ല ഇത് സുന്നത്താണ് എന്ന്. പണ്ഡിതന്മാർ പ്രത്യേകം വിശദീകരിച്ച കാര്യങ്ങളിൽ ഒന്നാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാട്ടിലെ രീതികൾ എന്താണോ, അവിടുത്തെ നാട്ടിലെ സ്വഭാവങ്ങൾ എന്താണോ, അതായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇസ്ലാമിന് വിരുദ്ധമല്ലെങ്കിൽ പകർത്തിയിരുന്നത്. അതുകൊണ്ട് അവിടുത്തേക്ക് ചിലപ്പോൾ നല്ല മുടി ഉണ്ടായിരിക്കും, ചിലപ്പോൾ അവിടുന്ന് മുടി ചെറുതാക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുടി വളർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുത്തെ തോളിലേക്ക് എത്തി നിൽക്കുന്ന അത്ര അവിടത്തേക്ക് മുടി വരുമായിരുന്നു. ചില സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ മുടി ഇങ്ങനെ മൊത്തം പിന്നിലേക്ക് വാരിയ രൂപത്തിൽ കാണും. മറ്റു ചില സമയത്ത് റസൂലുള്ളാഹി മുടി രണ്ടായി പകുത്തിടും. മക്കയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ അവർ മുടി ഇങ്ങനെ പകുത്തിട്ടിരുന്നവരായിരുന്നു. എന്നാൽ വേദക്കാരാകട്ടെ അവർ മുടി പിന്നിലേക്ക് വലിച്ചിട്ടിരുന്നവരായിരുന്നു. റസൂലുള്ളാഹിക്ക് വേദക്കാരോടൊരു ഇഷ്ടമുണ്ട്. അവർക്ക് തൗറാത്ത് ലഭിച്ച ആളുകളാണ്, അവർക്ക് ഇൻജീൽ ലഭിച്ച ആളുകളാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാലഘട്ടത്തിൽ വേദക്കാരോട് സാമ്യമുള്ളവരായിരുന്നു. പിൽക്കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്താകുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി പകുത്തിടുന്ന രൂപത്തിലായിരുന്നു. റസൂൽ രണ്ടായി മുടി പകുത്തിടും. മൊത്തത്തിൽ പിന്നിലേക്ക് വലിച്ചിടുകയല്ല, മറിച്ച് രണ്ടായി മുടി പകുത്തിടും. റസൂൽ മുടി വാരുമ്പോൾ അവിടുന്ന് വലതുഭാഗം കൊണ്ടാണ് ആദ്യം മുടി വാരുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
يعجبه التيمن في تنعله وترجله وطهوره وفي شأنه كله. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വാരുമ്പോൾ അവിടുത്തേക്ക് ആദ്യം വലതുഭാഗത്തെ മുടി വാരുന്നത് ഇഷ്ടമായിരുന്നു. ചെരുപ്പിടുമ്പോൾ ആദ്യം വലതുഭാഗത്തെ ചെരുപ്പിടുന്നത് ഇഷ്ടമായിരുന്നു. റസൂലുള്ളാഹിക്ക് അവിടുന്ന് ശുദ്ധീകരിക്കുമ്പോൾ, കുളിക്കുമ്പോൾ, വുളു എടുക്കുമ്പോൾ ആദ്യം വലതുഭാഗം വൃത്തിയാക്കുന്നത് ഇഷ്ടമായിരുന്നു. അവിടുന്ന് അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും, നല്ല കാര്യങ്ങളിലൊക്കെ അവിടുന്ന് വലതുഭാഗം മുന്തിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നു. വലതുഭാഗം ആദ്യം ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതിനെ ഇഷ്ടപ്പെട്ടിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയാകട്ടെ സ്വർഗ്ഗക്കാരെ കുറിച്ച് പറഞ്ഞത് അവർ അസ്ഹാബുൽ യമീനാണ് എന്നാണ്, വലതുപക്ഷത്തിന്റെ ആളുകൾ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് അവരുടെ ഗ്രന്ഥം നൽകുക വലത് കൈയിലാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വലതുഭാഗത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കറുത്ത മുടിയായിരുന്നു. അവിടുന്നേക്ക് വയസ്സായപ്പോഴും ധാരാളമൊന്നും അവിടുത്തേക്ക് നിരച്ചിരുന്നില്ല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, വഖദ് തവഫാഹു അല്ലാഹ് വലൈസ ഫീ റഅസിഹി വലിഹ്യതിഹി 20 ശഅറതൻ ബൈളാ. റസൂലുള്ളാഹി മരിക്കുമ്പോൾ അവിടുത്തെ മുടിയിലും അവിടുത്തെ താടിയിലും ആകെ 10 നരച്ച മുടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ്, സഹാബികൾ എങ്ങനെയാണ് റസൂലിനെ നോക്കിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ഒരു വേള റസൂലിനെ വിട്ടില്ല. മറ്റൊരു ഹദീസിൽ അദ്ദേഹം പറഞ്ഞതായി കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ താടിരോമങ്ങളിൽ ആകെ 14 താടിരോമങ്ങൾ മാത്രമാണ് നിരച്ചിരുന്നത്. അത്രമാത്രം സഹാബികൾ റസൂലുള്ളാഹിയുടെ അടുത്ത് നിന്ന് വീക്ഷിക്കുകയാണ്, അവിടുത്തെ നോക്കുകയാണ്. എന്നാൽ ചില സഹാബികൾ അതിന് വിരുദ്ധമായിരുന്നു. എല്ലാവരും അങ്ങനെ നോക്കിയിരുന്നില്ല. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് താബിഈങ്ങളിൽപ്പെട്ട ചിലർ ഒരിക്കൽ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും പറഞ്ഞു തരാൻ കഴിയുകയില്ല. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ആദരവ് കാരണത്താൽ അവിടുത്തെ മുഖത്തേക്ക് ഞാനൊന്ന് തറപ്പിച്ചു നോക്കിയിട്ടില്ല. അതുകൊണ്ട് റസൂൽ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ രൂപം പറഞ്ഞു തരാൻ എനിക്ക് സാധിക്കുകയില്ല. അങ്ങനെയുള്ള സഹാബികൾ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിയെ വീക്ഷിച്ചുകൊണ്ടേയിരുന്ന സഹാബികളും ഉണ്ടായിരുന്നു. പലർക്കും പല വികാരങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മനസ്സുകളിൽ പകർന്നു നൽകിയത്. സഹാബികൾ പറഞ്ഞത് എത്ര സത്യമാണ്. അവർ പറയുവാറുണ്ടായിരുന്നു, റസൂലുള്ളാഹിയോടൊപ്പം ഒരാൾ ഇടപഴകിയാൽ അവർ എല്ലാവരും വിചാരിച്ചിരുന്നത് അള്ളാഹുവിന്റെ റസൂലിന് എന്നെയാണ് ഏറ്റവും ഇഷ്ടമെന്നായിരുന്നു. എല്ലാവരോടും റസൂലിന്റെ പെരുമാറ്റം അങ്ങനെയായിരുന്നു. എല്ലാവരും വിചാരിക്കും എന്നോടാണ് റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ളത്. ആർക്കാണ് ഇങ്ങനെ ജീവിക്കാൻ കഴിയുക? ആർക്കാണ് ഇങ്ങനെ ജീവിക്കാൻ കഴിയുക? സുബ്ഹാനല്ലാഹ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, 10 വർഷം റസൂലുള്ളാഹിയുടെ കീഴിൽ ഒരു വേലക്കാരനായി ഞാൻ നിന്നിട്ടുണ്ട്, റസൂലുള്ളാഹിയുടെ ഖാദിമായി ഞാൻ നിന്നിട്ടുണ്ട്. 10 വർഷം റസൂലുള്ളാഹി എന്നോട് ചില കാര്യങ്ങൾ പറയും, അത് ഞാൻ ചെയ്യാതെ തിരിച്ചു വരും, ഞാൻ അങ്ങനെ കളിക്കാൻ പോകും. അവിടുന്ന് ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചില്ല, അനസേ നീ എന്തുകൊണ്ടത് ചെയ്തില്ല? ആർക്കാണ് ഇതിന് സാധിക്കുക? ഒരു ദിവസം ഇങ്ങനെ ജീവിക്കാൻ ആർക്കാണ് സാധിക്കുക? 10 വർഷം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സാക്ഷ്യമാണത്. 10 വർഷം റസൂലുള്ളാഹി എന്നോട് എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല, എന്തുകൊണ്ട് നീ ഇങ്ങനെ ചെയ്തു എന്ന് റസൂലുള്ളാഹി എന്നോട് ചോദിച്ചിട്ടില്ല. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമായിരുന്നു ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുന്ന് ഇരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്തുണ്ട്. അബൂബക്കർ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, യാ റസൂലല്ലാഹ് ഖദ് ശിബ്ത, നബിയെ താടിയൊക്കെ നരച്ചിട്ടുണ്ടല്ലോ, ചില താടി രോമങ്ങൾ നരക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, എന്താണ് കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ താടി രോമങ്ങൾ നരക്കാനുള്ള കാരണം നഷ്ടപ്പെട്ടു പോയ ദുനിയാവിനെ കുറിച്ചുള്ള വ്യതകളായിരുന്നില്ല, വേദനകളായിരുന്നില്ല, സങ്കടമായിരുന്നില്ല, പ്രയാസമായിരുന്നില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ശയ്യബത്നി ഹൂദുൻ വൽ വാഖിഅതു വൽ മുർസലാത്തു വഅമ്മാ യതസാഅലൂന വഇദ അശംസു കുവിറത്. എന്റെ താടി രോമങ്ങൾ നരപ്പിച്ചത്, അതിന് വെള്ള നിറം പകർന്നു നൽകാൻ കാരണമായത് സൂറത്തു ഹൂദാൻ, സൂറത്തുൽ മുർസലാത്താൻ, സൂറത്തു അമ്മയാൻ, സൂറത്തു നബഅൻ, അമ്മ യതസാഅലൂനാൻ.
ഇദാ ശംസു കുവ്വിറത് എന്ന സൂറത്താണ്. എന്താണ് ആ സൂറത്തുകളുടെ പ്രത്യേകത? അന്ത്യനാളിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സൂറത്താണത്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഒരാൾക്ക് പരലോകം കൺമുന്നിൽ കാണാൻ ആഗ്രഹമുണ്ടോ അയാൾ 2 സൂറത്തുകൾ വായിക്കട്ടെ. ഒന്ന് ഇദാ ശംസു കുവ്വിറത്, 2 ഇദാ സമാഉ ഫതറത്. ഈ 2 സൂറത്തുകൾ അന്ത്യനാളിനെ കുറിച്ചുള്ള കൃത്യമായ വിവരണം നൽകുന്ന സൂറത്തുകളാണ്. ആ 2 സൂറത്തുകൾ അവൻ വായിച്ചാൽ അവന് പരലോകം കൺമുന്നിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ താടിരോമങ്ങൾ നിരപ്പിച്ചത് ഈ സൂറത്തുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം എങ്ങനെയായിരുന്നു? സഹാബികൾ പറഞ്ഞു, വലം യകും ബിൽ മുകൽസം, അവിടുത്തെ മുഖം തീർത്തും വട്ടമായിരുന്നില്ല. വകാന ഫീ വജ്ഹിഹി തദ്വീർ, എന്നാൽ വളരെ നീണ്ട മുഖവുമായിരുന്നില്ല. കുറച്ചൊക്കെ വട്ടമുള്ള, എന്നാൽ വല്ലാതെ നീണ്ടുപോകാത്ത മുഖമായിരുന്നു റസൂലുള്ളാഹിയുടെ മുഖം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ കണ്ണിനെ കുറിച്ച് സഹാബികൾ പറഞ്ഞു, വകാന അദ്അജൽ ഐനൈൻ, അവിടുത്തെ കണ്ണ് വളരെ കറുത്ത കണ്ണായിരുന്നു. അവിടുത്തെ കൃഷ്ണമണികൾ അത് അങ്ങേയറ്റം കറുത്തതായിരുന്നു. അഹ്ദബുൽ അഷ്ഫാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൺപീലികൾ അത് നീളമുള്ളതായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പറ്റി അവർ പറഞ്ഞു, അസജ്ജൽ ഹവാജിബി സവാബിഗ ഫീ ഗൈരി ഖർനിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൺപുരികം അത് നീളമുള്ളതായിരുന്നു, കട്ടിയുള്ളതായിരുന്നു. എന്നാൽ അതിന്റെ ആ നടുഭാഗത്ത് മുടികളില്ലായിരുന്നു. നടുവിൽ വിടവുള്ള ഭംഗിയുള്ള കൺപുരികങ്ങളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. സഹാബികൾ പറയുകയാണ്, ബൈനഹുമാ ഇർഖുൻ യുദറുഹുൽ ഗദബ്, അവിടുത്തെ കൺപുരികങ്ങൾക്കിടയിൽ ഒരു ഞരമ്പ് ഇങ്ങനെ കാണാൻ സാധിക്കും. ദേഷ്യം പിടിച്ചാൽ റസൂലുള്ളാഹിയുടെ ആ ഞരമ്പിലൂടെ രക്തം ഇങ്ങനെ തിളച്ചു വരുന്നത് കാണാൻ സാധിക്കും. റസൂലുള്ള ദേഷ്യം പിടിച്ചാൽ ചില ആളുകളുണ്ട്, അവർ സൗമ്യന്മാരായി കഴിഞ്ഞാൽ അങ്ങേയറ്റം സൗമ്യന്മാരാണ്, ദേഷ്യം പിടിക്കാനേ അറിയുകയില്ല. എന്നാൽ മറ്റു ചില ആളുകളുണ്ട്, അവർക്ക് സൗമ്യതയെ അറിയുകയില്ല, എപ്പോഴും ദേഷ്യം പിടിച്ചുകൊണ്ടാണ്. എന്നാൽ റസൂലുള്ള മധ്യമ നിലപാടുള്ളവരായിരുന്നു. അവിടുന്ന് ദേഷ്യം പിടിക്കേണ്ടി വന്നാൽ ദേഷ്യം പിടിക്കും. സഹാബികൾ പറയുമായിരുന്നു, അവിടുന്ന് ദേഷ്യം പിടിച്ചാൽ ആ ദേഷ്യത്തിന് മുന്നിൽ പിന്നെ ഒന്നിനും നിൽക്കാൻ സാധിക്കുകയില്ല. എന്നാൽ അവിടുന്ന് വിട്ടുവീഴ്ച കാണിച്ചാൽ അവിടുത്തെ വിട്ടുവീഴ്ചയോളം വിശാലമായ വിട്ടുവീഴ്ച വേറെ കാണാൻ കഴിയുകയില്ല. സഹാബികൾ അവർക്ക് റസൂലുള്ള അങ്ങേയറ്റം കാരുണ്യമുള്ളവരാണെന്നറിയാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെടുന്നത് അവർ പേടിച്ചിരുന്നു. അവിടുന്ന് എല്ലാ കാര്യത്തിലും ഏറ്റവും കൃത്യമായ നിലപാടുള്ളവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് സഹാബികൾ പറയുന്നു, ഖാഫുൽ തർഫ്, റസൂലുള്ള നടക്കുമ്പോൾ അവിടുത്തെ കണ്ണെപ്പോഴും താഴോട്ടായിരിക്കും. റസൂലുള്ള താഴോട്ട് നോക്കിയിട്ടായിരുന്നു നടന്നിരുന്നത്. നദറുഹു ഇലൽ അർദി അത്വലു മിൻ നദറിഹി ഇലസ് സമാ, മുകളിലേക്ക് നോക്കുന്നതിനേക്കാൾ റസൂലുള്ള കൂടുതലും നോക്കിയത് താഴോട്ടാണ്. താഴോട്ട് നോക്കിയായിരുന്നു റസൂലുള്ള നടന്നിരുന്നത്. അവിടുത്തെ നോട്ടം വസ്തുക്കൾ എന്തെങ്കിലും ഒന്നിലേക്ക് നബി നോക്കിയാൽ അതിനെ എങ്ങനെയെങ്കിലും കയ്യിലാക്കാൻ വേണ്ടിയുള്ള നോട്ടമല്ല, മറിച്ച് ചിന്തിക്കുന്ന ആലോചിക്കുന്ന ഒരാളുടെ നോട്ടം പോലെയാണ് റസൂലുള്ളാഹിയുടെ നോട്ടം അനുഭവപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു നോക്കിയിരുന്നത്. ഒന്നിലേക്ക് ആർത്തിയോടുകൂടിയല്ല നോക്കുന്നത്. അവിടുത്തെ നോട്ടം കണ്ടാൽ അതിൽ ചിന്തയുണ്ട്, അതിൽ ആലോചനയുണ്ട്, അതിൽ അടക്കവും ഒതുക്കവുമുണ്ട്. അപ്രകാരമായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നോക്കിയിരുന്നത്. അവിടുത്തെ കവിൾ വളരെ തടിച്ച കവിളായിരുന്നില്ല, മറിച്ച് ലോലമായ കവിളായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ താടിയാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്ങിയ താടിയുള്ളവരായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ താടി തിങ്ങിയതായിരുന്നു. അവിടുന്ന് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, ഖാലിഫു അൽ യഹൂദ വൻ നസാറ, യഹൂദ നസ്രാനികളോട് നിങ്ങൾ എതിരാകണം, മജൂസികളോട് നിങ്ങൾ എതിരാകണം. അഫുൽ ലിഹ, നിങ്ങൾ താടി വെറുതെ വിടണം, താടി നിങ്ങൾ വടിക്കാൻ പാടില്ല, താടിയെ നിങ്ങൾ തൊടാൻ പാടില്ല, താടി നിങ്ങൾ എടുക്കാൻ പാടില്ല, താടി നിങ്ങൾ വെറുതെ വിടണം. റസൂലുള്ളാഹിയുടെ സുന്നത്ത് അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിങ്ങിയ താടിയുള്ളവരായിരുന്നു. റസൂലുള്ള കരഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ താടി രോമങ്ങൾ നനഞ്ഞു കുതിരുമായിരുന്നു. ചിലപ്പോൾ താടി രോമങ്ങളിലൂടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുനീർ, അവിടുന്ന് നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ
ചിലപ്പോൾ അവിടുത്തെ കണ്ണുനീർ അവിടുന്ന് നിൽക്കുന്നിടം നനക്കുമായിരുന്നു. അത്രമാത്രം അവിടുന്ന് കരയുമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നുബുവത്തിന്റെ അടയാളമായ ഖാതമുൻ നുബുവ, റസൂലുള്ളാഹിക്ക് നുബുവത്തിന്റെ അടയാളമായ ഒരു മുദ്രയുണ്ടായിരുന്നു. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ പുറംഭാഗത്തായിരുന്നു. രണ്ട് തോളിനും നടുവിലായി റസൂലുള്ളാഹിയുടെ പുറത്ത് അവിടുത്തെ മുതുകിൽ ഒരു ചെറിയ പൊന്തി നിൽക്കുന്ന ഒരു ഭാഗമുണ്ടായിരുന്നു. ഒരു ഇറച്ചി കഷ്ണം കുറച്ച് പൊന്തി നിൽക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ അടയാളമായിരുന്നു അത്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം മുസ്ലിമാകുന്നത് റസൂലുള്ളാഹിയുടെ ഈ അടയാളം കൂടി കണ്ടിട്ടാണ്. അദ്ദേഹത്തോട് സൽമാനുൽ ഫാരിസിയോട് ചില ആളുകൾ പറഞ്ഞു കൊടുത്തിരുന്നു, ഇതാ ഇനി ഒരു നബി വരാനുണ്ട്, അദ്ദേഹത്തിന് ഇന്ന ഇന്ന അടയാളങ്ങളുണ്ട്, അദ്ദേഹം സ്വതക്ക സ്വീകരിക്കുകയില്ല, ദാനധർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല, അദ്ദേഹം സമ്മാനം സ്വീകരിക്കും, ഹദിയ സ്വീകരിക്കും. അത് റസൂലുള്ളാഹിക്കും അവിടുത്തെ കുടുംബത്തിനും മാത്രം പ്രത്യേകമായ നിയമമാണ്. അതോടൊപ്പം അവിടുത്തെ മുതുകിലായി നുബുവത്തിന്റെ അടയാളമായി ഒരു ഇറച്ചി കഷ്ണം കാണാൻ സാധിക്കും. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇത് നബി തന്നെയാണോ എന്നറിയുന്നതിന് വേണ്ടി ആദ്യത്തെ ദിവസം കുറച്ച് സ്വതക്കയുമായി ചെന്നു. റസൂൽ അത് വാങ്ങിച്ച് അവിടെയുള്ളവർക്ക് കൊടുത്തു. നബി അത് കഴിച്ചില്ല. അടുത്ത ദിവസം കുറച്ച് സമ്മാനവുമായി പോയി. റസൂലും അതിൽ നിന്ന് കഴിച്ചു, സഹാബികളും കഴിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ ദിവസം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹിക്ക് മനസ്സിലായി ഇത് കാണാൻ വേണ്ടിയാണ്. അവിടുന്ന് തന്റെ വസ്ത്രം ഒന്ന് ചെറുതായി മാറ്റിവെച്ച് കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മുസ്ലിമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരം കൃത്യതയുള്ളതായിരുന്നു. സഹാബികൾ പറയാറുണ്ടായിരുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സവാഉൽ ബത്നി വസ്സദ്ർ, അവിടുത്തെ നെഞ്ഞും അവിടുത്തെ വയറും ഒരുപോലെയായിരുന്നു. കൃത്യമായ ശരീരപ്രകൃതിയായിരുന്നു. റസൂലുള്ളാഹിക്ക് വലിയ വയറുണ്ടായിരുന്നയാളായിരുന്നില്ല, വലിയ വയറുള്ളയാളായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം കൃത്യതയുള്ളതായിരുന്നു, ആരോഗ്യമുള്ള ശരീരമായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നെഞ്ഞിലേക്ക് നോക്കിയാൽ അവിടുത്തെ കഴുത്തിന് താഴെയുള്ള ഈ എല്ലുകളുടെ ഭാഗത്ത് നിന്നായി അവിടുത്തെ പൊക്കിൾ കൊടി വരെ രോമം ഇങ്ങനെ ഒരു വര പോലെ ഇങ്ങനെ താഴോട്ട് പോയതായി കാണാൻ സാധിക്കും. സഹാബികൾ പറയാറുണ്ടായിരുന്നു, റസൂലുള്ളാഹിയുടെ നെഞ്ഞിലൂടെ ഒരു രോമത്തിന്റെ വര ഇങ്ങനെ താഴോട്ട് പോയിരുന്നു. അവിടുത്തെ വയറിലൊക്കെ രോമം ഉണ്ടായിരുന്നില്ല, അവിടുത്തെ നെഞ്ഞിലൊക്കെ രോമം ഉണ്ടായിരുന്നില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറിന്റെ മധ്യത്തിലൂടെ ഒരു രോമത്തിന്റെ ഒരു വരച്ച പോലെ ഇങ്ങനെ കാണാൻ സാധിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരപ്രകൃതി. അവിടുത്തെ കൈ വളരെ ലോലമായ കൈയായിരുന്നു, മനോഹരമായ സുന്ദരമായ കൈയായിരുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, മാ മസിസ്തു ഷൈഅൻ ഖത്തു ഖസ്ദൻ വലാ ഹരീറ, ഞാൻ ഇതുവരെ ഒരു പട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുവോ ഞാൻ ഇതുവരെ സ്പർശിച്ചിട്ടില്ല. അല്യന മിൻ കഫ് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈപ്പത്തിയേക്കാൾ സോഫ്റ്റായ, അതിനേക്കാൾ മയമുള്ള, അതിനേക്കാൾ പിടിക്കാൻ സുഖമുള്ള മറ്റൊന്നും തന്നെ ഞാൻ ഇതുവരെ സ്പർശിച്ചിട്ടില്ല എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റസൂലിന്റെ അടുത്തിരിക്കാൻ, അവിടുത്തെ കൈപിടിക്കാൻ, അവിടുത്തെ ചുംബിക്കാൻ, അവിടുത്തെ മുഖത്തേക്ക് മതിവരുവോളം നോക്കിയിരിക്കാൻ, അവിടുത്തെ ചിരി ലഭിക്കാൻ, അവിടുത്തെ സ്നേഹം ലഭിക്കാൻ, അവിടുത്തോടൊപ്പം ഇരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവരിച്ചതിന്റെ ചില ഹദീസുകളിൽപ്പെട്ട ചില ഭാഗങ്ങളാണ് നമ്മൾ കേട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നടത്തത്തെക്കുറിച്ച് സഹാബികൾ പറഞ്ഞു, വകാന ഇദാ മശാ തഖല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നടത്തം ഓരോ കാൽവപ്പുകളും ഉറച്ച കാൽവപ്പുകളായിരുന്നു, ഒരു ബലമില്ലാത്ത കാൽവപ്പുകളായിരുന്നില്ല. അവിടുന്ന് കാൽ ഉയർത്തുന്നതും കാൽ വെക്കുന്നതും ഉറച്ച കാൽവപ്പുകളുമായിട്ടായിരുന്നു.
സഹാബികൾ പറഞ്ഞു വയതകഫഉ തകഫുഅൻ കഅന്നമാ യൻഹത്തു മിൻ സബബ്. ഒരു ഇറക്കമിറങ്ങി വരുന്നയാളെ പോലെ ഒരു ചെറുതായി ഒന്ന് കുനിഞ്ഞുകൊണ്ടായിരുന്നു റസൂലുള്ളാഹി നടന്നിരുന്നത്. ഒരാൾ ഇറക്കമിറങ്ങി വരുമ്പോൾ ഒരു ചെറിയ കുനിവുണ്ടായിരിക്കും. അതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നടന്നിരുന്നത്. അവിടുന്ന് വളരെ വേഗതയിൽ, എന്നാൽ വല്ലാതെ ഓടുന്നത് പോലെയല്ല, കുറച്ചു വേഗതയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കാറുണ്ടായിരുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ വമാ റഅയ്തു അഹദൻ അസ്റഅ ഫീ മശീഹി മിൻ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ വേഗതയിൽ നടക്കുന്ന വേറെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. കഅന്നമൽ അർദു തുത്വാ ലഹു, ഭൂമി അദ്ദേഹത്തിനു വേണ്ടി ചുരുട്ടി വെക്കപ്പെട്ടതുപോലെയായിരുന്നു. വഇന്നാ ലനുജ്ഹിദു അൻഫുസനാ, റസൂലിന്റെ പിന്നിൽ ഞങ്ങൾ നടക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഇങ്ങനെ കിതക്കുന്നുണ്ടായിരിക്കും. വഇന്നഹു ലഗൈറു മുഖ്തരിസിൻ, കുറെ നടന്നാലും അല്ലാഹുവിന്റെ റസൂലിനെ കിതപ്പ് പിടികൂടാറില്ലായിരുന്നു. അവിടുന്ന് നടക്കുന്നുണ്ടായിരിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോടൊപ്പം അവസാനത്തെ 3 വർഷമാണ് ഉണ്ടായത്. അതായത് റസൂലുള്ളാഹിക്ക് 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷം. ആ നടത്തത്തെ കുറിച്ചാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പിന്നിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ തലമാത്രമായി തിരിഞ്ഞു നോക്കുകയില്ല, അവിടുന്ന് മുഴുവനായി തിരിഞ്ഞു നിൽക്കും. ആരെങ്കിലും പിന്നിൽ നിന്ന് വിളിച്ചാൽ അവിടുത്തെ വിനയം കാരണത്താൽ മുഴുവനായി റസൂലുള്ളാഹി അയാൾക്ക് നേരെ തിരിഞ്ഞു നിൽക്കും. നബി ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയല്ല ചെയ്യുക, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മുഴുവനായി തിരിഞ്ഞു നിൽക്കും. അവിടുത്തെ മണത്തെക്കുറിച്ച്, അവിടുത്തെ സുഗന്ധത്തെക്കുറിച്ച് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ശമംതു റായിഹതൻ അത്യബ മിൻ റീഹ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ സുഗന്ധത്തെക്കാൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ അനുഭവിച്ചിരുന്ന സുഗന്ധത്തെക്കാൾ മനോഹരമായ മറ്റൊരു സുഗന്ധവും ഞാൻ ആസ്വദിച്ചിട്ടില്ല. സഹോദര, നീ അനുഭവിച്ച സുഗന്ധങ്ങളിൽ, നീ പൂശിയ അത്തറുകളിൽ, നിനക്ക് ലഭിച്ച സുഗന്ധങ്ങളിൽ ഏറ്റവും മനോഹരമായ സുഗന്ധം നീ മനസ്സിൽ കാണുക. അതിനേക്കാൾ സുഗന്ധമുണ്ടായിരുന്നു റസൂലുള്ളാഹിക്ക്, അതിനേക്കാൾ മണമുണ്ടായിരുന്നു അവിടുത്തെ അടുത്ത് നിൽക്കുമ്പോൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തായ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്നു. അവിടുത്തെ മുഖത്ത് നിന്ന് റസൂലുള്ളാഹിയുടെ മുഖത്തുണ്ടായിരുന്ന വിരിപ്പ് മാറ്റിയതിനു ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ നെറ്റിയിൽ ചുംബിച്ചു. എന്നിട്ട് അബൂബക്കർ പറഞ്ഞു, തിബ്ത ഹയ്യൻ വമയ്യിതാ, അല്ലാഹുവിന്റെ റസൂലേ, ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചപ്പോഴും അങ്ങേക്ക് എന്തൊരു സുഗന്ധമാണ്, അങ്ങേക്ക് എന്തൊരു മണമാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആർക്കാണ് റസൂലിനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുക? ആർക്കാണ് റസൂലിനെ കാണാൻ വേണ്ടി ആഗ്രഹിക്കാതിരിക്കാൻ കഴിയുക? ആർക്കാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു വാക്കുകൊണ്ടെങ്കിലും മോശമാക്കാൻ കഴിയുക? ആർക്കാണ് അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയുക? ആർക്കാണ് ആ റസൂൽ അവിടുന്ന് പറഞ്ഞത് കളവാണ് എന്ന് പറയാൻ കഴിയുക? ആർക്കാണ് ആ റസൂലിന്റെ ദീൻ സ്വീകരിക്കാതിരിക്കാൻ കഴിയുക? അവിടുന്ന് എല്ലാ നിലക്കും ഭംഗിയുള്ളവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബികൾ പറഞ്ഞു, അസ്ദഖുൻ നാസി ലഹജ, അവിടുന്ന് സംസാരിച്ചാൽ വാക്കുകൾ ഏറ്റവും സത്യസന്ധമായിരുന്നു. വഅജ്വദുൻ നാസി സദ്റാ, അവിടുന്ന് ഏറ്റവും ഹൃദയ വിശാലതയുള്ളവരായിരുന്നു. ആർക്കും പുറത്തു കൊടുക്കാൻ അവിടുന്ന് തയ്യാറായിരുന്നു. വഅൽയനുഹും അരീകതൻ, ഏറ്റവും സൗമ്യനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കും അവിടുത്തേക്ക് അടുക്കലേക്ക് ചെല്ലാം. ഒരിക്കൽ റസൂലിന്റെ അടുക്കൽ ഒരാൾ വന്നു. അയാൾ ഇങ്ങനെ പേടിച്ചു ഉറക്കുകയാണ്. അയാൾ ആദ്യമായി നബിയെ കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, ഹൗവിൻ അലൈക, നീ പേടിക്കേണ്ടതില്ല, നീ പേടിക്കേണ്ട, സമാധാനിച്ച് നീ പേടിക്കേണ്ട കാര്യമില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഫഇന്നി ലസ്തു ബിമലിക്, ഞാനൊരു രാജാവൊന്നുമല്ല. അല്ല വല്ലാഹ്, റസൂലുള്ളാഹി മുസ്ലിമീങ്ങളുടെ രാജാവായിരുന്നു. പക്ഷെ അവിടുത്തെ വിനയമായിരുന്നു അത്. വഅന ലസ്തു ബിമലിക്, ഞാനൊരു രാജാവൊന്നുമല്ല. ഇന്നമാ അന ഇബ്നു ഇംറഅത്തിൻ തഅകുലുൽ ഖദീദ്, ഉണങ്ങിയ ഇറച്ചി കഴിച്ചിരുന്ന ഒരു പെണ്ണിന്റെ മകനാണ് ഞാൻ. നീ പേടിക്കേണ്ടതൊന്നുമില്ല, ഞാനൊരു സാധാരണക്കാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ അപ്രകാരമായിരുന്നു. അവിടുന്ന് ഒരാളെ കണ്ടുമുട്ടിയാൽ ഉടനടി സലാം പറയും, അസ്സലാമു അലൈക്കും എന്ന് പറയും. ചിലപ്പോൾ ചെറിയ കുട്ടികളെ റസൂല് കാണും,
അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് ആരംഭിക്കുക. അവിടുത്തെ വിനയമായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ധാരാളമായി പുഞ്ചിരിക്കാറുണ്ടായിരുന്നു. അല്ല, അവിടുന്ന് മിക്കപ്പോഴും ചിരിച്ചിരുന്നത് അവിടുത്തെ പുഞ്ചിരി മാത്രമായിരുന്നു. പൊട്ടിച്ചിരിക്കുന്ന പതിവ് റസൂലുള്ളാഹിക്കുണ്ടായിരുന്നില്ല. സഹാബികൾ പറഞ്ഞിട്ടുണ്ട്, മാ റഅയ്തു അഹദൻ അക്സറ തബസ്സുമൻ മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിനേക്കാൾ കൂടുതൽ പുഞ്ചിരിക്കുന്ന ഒരാളെയും ഞങ്ങൾ കണ്ടിട്ടില്ല. അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുമായിരുന്നു. ജരീർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഞാൻ മുസ്ലിമായതിനു ശേഷം അവിടുത്തെ കണ്ടുമുട്ടുമ്പോഴെല്ലാം റസൂൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് പുഞ്ചിരിക്കും. എന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ നബി പുഞ്ചിരിക്കും. എന്നെ കാണുന്നത് അവിടുന്ന് ചിരിച്ചുകൊണ്ടല്ലാതെ റസൂൽ എന്നെ എതിരേറ്റിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ടല്ലാതെ എന്നെ എതിരേറ്റിട്ടില്ല എന്ന് ജരീർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാറുണ്ടായിരുന്നു. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കരഞ്ഞിട്ടുണ്ട്. ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവിടുന്ന് കരഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിനെ ഓർത്ത്, പരലോകത്തെ ഓർത്ത്, ഖുർആൻ പാരായണം ചെയ്ത് ഖുർആൻ കേട്ടപ്പോൾ എത്രയോ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിട്ടുണ്ട്. സഹാബികളിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹിക്ക് ഇബ്രാഹിം എന്ന മകനുണ്ടായി. അള്ളാഹുവിന്റെ റസൂൽ ഇബ്രാഹിമിനെയും എടുത്തുകൊണ്ട് ഞങ്ങളുടെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് എനിക്കൊരു ആൺകുട്ടി പിറന്നിരിക്കുന്നു, ഞാൻ ഇബ്രാഹിം എന്ന ആ കുട്ടിക്ക് പേരിട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ആ കുട്ടി ചെറിയ കുട്ടി, വളരെ വലിയ പ്രായമായില്ല. 1-2 വയസ്സായപ്പോൾ ആ കുട്ടിക്ക് അസുഖം ബാധിച്ചു. ഇബ്രാഹിമിന് അസുഖമായി. അനസ് ഇബ്നു മാലിക് പറയുകയാണ്, റസൂലുള്ളാഹിയുടെ മുന്നിൽ അവിടുത്തെ മടിയിൽ കിടന്ന് ആ ഇബ്രാഹിം എന്ന കുട്ടി ശ്വാസം വലിക്കുന്നത്, ശ്വാസം കിട്ടാതെ പിടയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരുന്നുണ്ടായിരുന്നു. അപ്പോഴും റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നൽ ഐന ലതദ്മഅ, കണ്ണുകൾ ഇറനണിയും, വഇന്നൽ ഖൽബ ലയഹ്സുൻ, ഹൃദയത്തിന് സങ്കടമുണ്ടായിരിക്കും. എന്നാൽ വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബന, നമ്മുടെ റബ്ബിന് തൃപ്തിയില്ലാത്ത ഒരു വാക്കുപോലും നാം പറയുകയില്ല. വഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ, ഇബ്രാഹിം നിന്നെ വേർപിരിയുന്നതിൽ ഞങ്ങൾ വലിയ വിഷമത്തിൽ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതം നാം പഠിക്കേണ്ടതുണ്ട്. അവിടുന്ന് എങ്ങനെയായിരുന്നു എന്ന് നാം അറിയേണ്ടതുണ്ട്. അവിടുത്തെ അങ്ങേയറ്റം സ്നേഹിക്കേണ്ടതുണ്ട്. അവിടുത്തെ സഹാബികൾ സ്നേഹിച്ചതുപോലെ ആ മാർഗത്തിൽ നിന്ന് പുറത്തു കടക്കാതെ അള്ളാഹുവിന്റെ റസൂലിനെ ഏറ്റവും നന്നായി സ്നേഹിക്കുന്ന, അവിടുത്തെ ഒപ്പം സ്വർഗത്തിലിരിക്കാൻ കഴിയുന്ന അള്ളാഹുവിന്റെ മുത്തഖീങ്ങളായ ദാസന്മാരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.